ഹലോ, അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ്. അപ്പോൾ നല്ല ഇരുട്ടും കുത്തിക്കിടക്കുന്ന ടൈമിലായിട്ട് എഴുന്നേറ്റിട്ടുള്ളത്. സമയം 5:30 മണിയായിട്ടുള്ളൂ. ഞാൻ 5:30 മണിക്കാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എഴുന്നേൽക്കുന്നത്, അല്ലെങ്കിൽ 6 മണിക്ക് എഴുന്നേൽക്കുന്നത്. അപ്പോൾ തലേ ദിവസം ചോറൊക്കെ ഞാൻ പറഞ്ഞ പോലെ വേവിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെള്ളമൊഴിച്ച് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ പച്ചക്കറി, ഇത് കടച്ചക്കയാണ്, ഇത് രാവിലെ അരിഞ്ഞതാണ് കേട്ടോ. ഇത് അരിഞ്ഞ് വെച്ചാൽ കറക്കണോണ്ട് തന്നെ ഇത് രാവിലെ അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് ഒപ്പം തന്നെ സവാളയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഉള്ളി ചതച്ച് മുളകിടാനുള്ള ടൈമൊന്നും ഇല്ല. അപ്പോൾ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ചെമ്മീനും കൂടി കിള്ളി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും മഞ്ഞളും ഇട്ട് ആദ്യം അത് കുക്കറിലിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചിട്ടോ. രാവിലത്തെ നേരത്തെ പിടച്ചിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ, അത് അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ. അപ്പോൾ അതിന് ശേഷം രാവിലത്തേക്കുള്ള ചായയും കൂടി ആദ്യമൊക്കെ ഞാൻ രാവിലെ തന്നെ ചായ തിളപ്പിച്ച് കുടിച്ചിട്ടേ ബാക്കിയുള്ള പണികൾ ചെയ്യുള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നിനും ടൈമില്ല, ഇതെല്ലാം ഒപ്പം ചെയ്യേണ്ട അവസ്ഥയായി. അപ്പോൾ ചോറ് അവിടെ കിടന്ന് തിളക്കണ്ട, അന്നേരം കൂടെ നമുക്ക് ചായയൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് വടിക്കാനായിട്ട് വെക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കടച്ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് താളിച്ചെടുക്കണം. ഒപ്പം തന്നെ ഞാൻ കുറച്ച് ചെമ്മീൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സ്കൂളിലോട്ട് കൊണ്ടുപോകാനുള്ള കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതിലോട്ട് ഞാൻ കയറുന്നില്ല, കാരണം ആദ്യം സ്കൂളിലോട്ട് കൊണ്ടുപോകാനുള്ള റെഡിയാക്കി കൊടുത്ത് മോനിക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തിട്ടാണ് വിടണത്. പുറത്ത് നല്ല തകർത്ത് പെയ്യാനായിട്ട് മഴ. ഞാനതിലോട്ട് കടുക് വറുത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഇത് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഒരുമിച്ചിട്ട് വേവിക്കുമ്പോൾ നമുക്ക് കടുക് വറുത്ത് ഇടിച്ചുമുളക് കൂടി ഇട്ട് കൊടുത്ത് അങ്ങോട്ട് താളിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി മൂത്ത് വരാതെ ഇടിച്ചുമുളക് ഇട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനേലും എളുപ്പം എനിക്കിതാണ് തോന്നിയത്. ഇത് കടച്ചക്ക ആയതുകൊണ്ട് എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ആ ഒരു അടുപ്പിൽ ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്യാനുള്ളതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും കടച്ചക്കയൊക്കെ ഒന്നുകൂടി ഒന്ന് വറ്റി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് മൂടി വെച്ച് ഇനി മോനിക്ക് കഴിക്കാനുള്ള പഴവും മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പഴം നമുക്ക് കട്ട് ചെയ്ത് രണ്ടും കൂടി ഒന്ന് ചിക്കി എടുത്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്, നെയ്യിൽ വഴറ്റിയിട്ടെ. കുഞ്ഞി പഴം കൊണ്ട് തന്നെ ഞാൻ 3 പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി മോനെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടാ. അവൻ എത്ര വിളിച്ചാലും അവൻ പിന്നെ കിടക്കും. അങ്ങനെ പഴമൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ ഹറിബറി കേട്ടോ. ഓക്കെ, ബായ്.